ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ടീ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? ഒരു കേക്ക് ടിന്ന് നമുക്കത് തയ്യാറാക്കി വെക്കാം. സ്ക്വയറിൻ്റെ അതിൽ ബട്ടർ പേപ്പർ ഇട്ട് പുരട്ടി നെയ്യ് മാറ്റി വയ്ക്കണം. ഒരു കപ്പ് മൈദ, 1/4 കപ്പ് മൈദയും കൂടി ഇടണം അതിൽ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അരച്ച് വയ്ക്കുക അരിപ്പയിൽ. നന്നായി നമുക്ക് അരിച്ചത് മിക്സ് നമുക്ക് നന്നായി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണം. വിസ്ക് വെച്ചിട്ട് 2 മുട്ട ആവശ്യത്തിന് വേണം. രണ്ട് മുട്ടയിലേക്ക് നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂണ്, ഒരു പിഞ്ച് ഉപ്പ്, നന്നായി ബീറ്റ് ചെയ്യണം. ഫുൾ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. മുട്ട സ്മെല്ല് പോകാനാണ് നമ്മൾ വാനില എസൻസ് ഉപയോഗിക്കുന്നത്. ഒരു വൈറ്റ് കളർ ആവുന്ന വരയ്ക്ക് നമുക്ക് നന്നായി ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. അര കപ്പ് പഞ്ചസാര പകുതിയായിട്ട് ഇടുക. 3 പ്രാവശ്യമായിട്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പൊടിച്ച പഞ്ചസാരയും നമുക്ക് ഇടാം. ഞാനിതിൽ ഉപയോഗിക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. നന്നായി ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്ത് വൈറ്റ് നിറാവുന്ന വരയ്ക്കും ബീറ്റ് ചെയ്യുക നന്നായിട്ട്. ബീറ്റ് ചെയ്തതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് മൈദ മിക്സ് ചെയ്ത മൈദയിലേക്ക് കുറേശ്ശെ നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് മിക്സ് നന്നായി വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇനിയും ഇടണം. നമുക്ക് മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ടിട്ട് ഹോൾഡ് ചെയ്തെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഫുള്ളും അതിലിട്ടിട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്യണം. ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമുക്ക് നന്നായി ഡാബ് ചെയ്ത് നമുക്ക് കൊടുക്കണം. മുപ്പത് മിനിറ്റാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ എടുത്തത്. കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത് ചൂടാറിയതിന് ശേഷം
നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല റെസിപ്പിയുമായി ഇനിയും വരാം. താങ്ക് യു.